മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ ഒരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയുടെ ആദ്യ ദിന കളക്ഷൻ 88 ലക്ഷം മാത്രമെന്ന റിപ്പോർട്ട്. ഇതിൽ 46 ലക്ഷം മലയാളം പതിപ്പിൽ നിന്നാണ് ലഭിച്ചത്. സിനിമയുടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് പതിപ്പുകൾക്ക് വളരെ മോശം ഓപ്പണിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ രണ്ടാം ദിന ബുക്കിങ്ങുകളും വളരെ മോശമായാണ് കാണപ്പെടുന്നത്. മോശം പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമയുടെ തിരക്കഥയ്ക്കും മേക്കിങ്ങിനും VFXനും മോഹൻലാലിന്റെ പ്രകടനത്തിനും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വളരെ മോശം എഴുത്താണ് സിനിമയുടേതെന്നും സംവിധായകന് മോഹൻലാലിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും അഭിപ്രായപ്പെടുന്നവരും കുറവല്ല. പല സീനുകളും നാടകത്തെ ഓർമ്മിപ്പിക്കുന്നെന്നും സിനിമയുടെ മലയാളം ഡബ് നിരാശപ്പെടുത്തിയെന്നുമാണ് അഭിപ്രായങ്ങൾ. ചിത്രം മലയാളം, തെലുങ്ക് ദ്വിഭാഷയായിട്ടാണ് ഒരുക്കിയത്. കൂടാതെ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റി. ഏകദേശം 70 കോടി ബജറ്റിലാണ് സിനിമ നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ട്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി വൃഷഭ മാറും എന്ന സൂചനകളാണ് കളക്ഷനുകൾ നൽകുന്നത്. 2025-ൽ തുടർച്ചയായി വിജയങ്ങളുമായി മുന്നേറിയ മോഹൻലാലിന് വൃഷഭയിൽ കാലിടറിയെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്.